ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 33-ാം സങ്കീർത്തനം 4-ാം തിരുവചനം. കർത്താവിൻ്റെ വചനം സത്യമാണ്. സങ്കീർത്തകൻ ദൈവവചനത്തിലുള്ള തൻ്റെ വിശ്വാസവും ഉറപ്പും നമ്മോട് പ്രഖ്യാപിക്കുകയാണ്. കർത്താവിൻ്റെ വചനം സത്യമാണ്, അതിന് പരാജയമില്ല. ദൈവവചനത്തിന് മാറ്റമില്ല. പൂർണ്ണമായും കർത്താവിൻ്റെ വചനം സത്യമാണ്. ദൈവവചനത്തിലുള്ള നമ്മുടെ വിശ്വാസവും ആശ്രയത്വവും ഏറ്റുപറഞ്ഞ് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ, നമ്മൾ ഒരുപാട് കഷ്ടതയുടെ നടുവിലാണ്. നമ്മെ അലട്ടുന്ന ഒത്തിരിയേറെ പ്രതിസന്ധികളുണ്ട്. സാമ്പത്തികമായ ബാധ്യതകൾ, കടബാധ്യതകൾ മൂലം ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല. ജപ്തി നോട്ടീസ് വരുമോ എന്നുള്ള ഭയം. പണം പലിശക്കെടുത്ത് പലിശ കൊടുക്കാൻ പോലും കഴിയുന്നില്ല. സാമ്പത്തികമായ ബാധ്യതകൾ മൂലം വേദനിക്കുന്ന ആയിരങ്ങള് നമ്മുടെ മധ്യയുണ്ട്. ജോലി നഷ്ടപ്പെട്ടവര്, ബിസിനസ് ഈ മഹാമാരിയുടെ നാളുകളിൽ താറുമാറായി പോയവര്, കുടുംബത്തിൽ ഉണ്ടാകുന്ന പലവിധത്തിലുള്ള അസ്വസ്ഥതകള്, വിട്ടുമാറാത്ത രോഗങ്ങള്, ആരോഗ്യ മേഖലകൾ ഉണ്ടാകുന്ന ക്ഷയങ്ങള്, ഇതെല്ലാം നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങളാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈശോ നമുക്കുള്ള സകലത്തിനുമുള്ള ഉത്തരവാണ്. ജീസസ് ഈസ് ദ ആൻസർ. ജീസസ് ഈസ് ദ ലിബറേറ്റർ. എത്ര വലിയ പ്രതിസന്ധിയുടെ നടുവിലും നമുക്ക് സ്വാതന്ത്ര്യം തരുവാൻ, നമുക്ക് വിമോചനം തരുവാൻ നമ്മുടെ കർത്താവ് സർവശക്തനാണ്. ഈ ഒരു വിശ്വാസത്തിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായി ഒരുങ്ങുകയാണ്. കർത്താവിനെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവരെല്ലാം രക്ഷ പ്രാപിക്കും. ഏത് പ്രശ്നങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഒരു നിമിഷമായിരിക്കുന്നിടത്ത് വലതുകര സ്വർഗത്തിലേക്ക് ഉയർത്താം. ഓൺലൈനിലൂടെയും ടെലിവിഷനിലൂടെയും എല്ലാം ഈ ശുശ്രൂഷ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ വരണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ദൈവവചനത്തിനായി ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ. ഹൃദയത്തെ തുറക്കണമേ. പരിശുദ്ധാത്മാവേ, 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 ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. തിരുച്ചോരയാൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. ഞങ്ങളെ കുടുംബങ്ങളെ, ദേശങ്ങളെ, സമൂഹങ്ങളെ, തലമുറകളെ കർത്താവിന്റെ തിരുച്ചോരയാൽ കഴുകി ശുദ്ധീകരിച്ച് അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കർത്താവിന്റെ തിരുരക്തത്തെ വിളിച്ച് ദൈവദൂതന്മാർ ഈശോയുടെ തിരുച്ചോര തെളിച്ച് നമ്മളെ ശുദ്ധീകരിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളെ കർത്താവിന്റെ തിരുരക്തത്താൽ മുദ്ര ചെയ്യുകയാണ്. പൈശാചിക പീഡകള്, നാരകീയ സ്വാധീനങ്ങള്, അന്ധകാരത്തിന്റെ ആധിപത്യങ്ങള്, സാത്താന്യ പിടികള് കർത്താവിന്റെ ചോരയുടെ അത്ഭുത ശക്തിയാൽ അതെല്ലാം തകർക്കപ്പെടുകയാണ്. ഈശോയെ, ഈശോയെ, ഈശോയെ കൃപ തരണമേ. തിരുരക്തത്തിന്റെ ശക്തി, തിരുരക്തത്തിന്റെ അഭിഷേകം, തിരുരക്തത്തിന്റെ നന്മകള് ആത്മാവേ അധികമായി ഞങ്ങളിലേക്ക് പകരണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം മറന്ന് കരമടിച്ച് നമ്മൾ ഒരുമിച്ച് പാടുകയാണ്. ബ്ലഡ് ഓഫ് ജീസസ്, ബ്ലഡ് ഓഫ് ജീസസ്, ബ്ലഡ് ഓഫ് ജീസസ്,
ആമേൻ, ആമേൻ, ഹല്ലേലൂയ. കരമടിച്ച് ചേർന്ന് പാടുന്നു. തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരിച്ചോര തുള്ളിയാൽ കഴുകണമേ, തിരുരക്തത്താലെ തിരിച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. ഈശോയേ കഴുകണമേ, ശുദ്ധീകരിക്കണമേ, നിർമ്മലീകരിക്കണമേ, ഞങ്ങൾ വെണ്മയുള്ളവരാക്കണമേ. ഈശോയുടെ ചോരയാൽ കഴുകപ്പെടട്ടെ, 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 കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി. ഒരിക്കൽ കൂടെ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരിച്ചോര തുള്ളിയാൽ കഴുകണമേ, തിരുരക്തത്താലെ തിരിച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി. എത്ര പേർ ആഗ്രഹിക്കുന്നു കർത്താവിന്റെ ചോരയാൽ കഴുകപ്പെടുവാൻ, കർത്താവിന്റെ രക്തത്താൽ മുദ്ര ചെയ്യപ്പെടുവാൻ, കർത്താവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിക്കാൻ, സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ദൈവമക്കളും ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ഈശോ, ഈശോ, പൂർണ്ണമായി കഴുകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ ദൂതരോട് ചേർന്ന്, മുഖ്യ ദൂതന്മാരോട് ചേർന്ന് ഹല്ലേലൂയ പാടി കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നു, ആരാധിക്കുന്നു. റോബന്മാരോടും സാപ്പന്മാരോടും ചേർന്ന് അനവരത കർത്താവിനെ ആരാധിക്കുന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, 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 ഈശോയേ. കരങ്ങളുയർത്തി, കരങ്ങളുയർത്തി, അതരം തുറന്ന്, ഹൃദയം തുറന്ന്, ഇടിമുഴക്ക ശക്തിയോടെ, പെരുവെള്ളത്തിന്റെ ഇരുമ്പലോടെ ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് നമ്മൾ വിളിക്കുന്നു. ഈശോയേ, ഞങ്ങളുടെ പൊന്നു കർത്താവേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, മാനസാന്തരങ്ങൾ, ഡെലിവറൻസുകൾ, രോഗശാന്തികൾ പകരണമേ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, സമൂഹങ്ങളിലേക്ക്, വ്യക്തി ജീവിതത്തിലേക്ക് പകരുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൈശാചിക ശക്തികള്, നാരിക ഉപദ്രവങ്ങള്, തിന്മയുടെ ആധിപത്യങ്ങള്, സാത്താൻ കോട്ടകള്, ദുഷ്ടരൂപികളുടെ പ്രവർത്തനങ്ങള്, ഇരുട്ടിന്റെ ശക്തികള് കർത്താവിന്റെ തിരുച്ചോരയുടെ അനന്ത ശക്തിയാൽ തകർക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബങ്ങളിൽ പൈശാചിക സ്വാധീനങ്ങൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ. വ്യക്തികളിലുള്ള പൈശാചിക പീഡകൾ നീങ്ങിപ്പോകട്ടെ. അത്ഭുത ഡെലിവറൻസുകൾ, അത്ഭുത ഹീലിംഗ്സ്, അത്ഭുത മാനസാന്തരങ്ങൾ കർത്താവേ ആയിരങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞുങ്ങളിൽ, യുവജനങ്ങളിൽ തിരിച്ചോര വീഴട്ടെ, ദമ്പതികളിൽ തിരിച്ചോര വീഴട്ടെ. പൈശാചിക ആധിപത്യങ്ങള്, നാരികീയ ബന്ധനങ്ങള് തിരിച്ചോരയാൽ, തിരുരക്തത്താൽ ഈ സമയം വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപൊഴുകട്ടെ, 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 കൃപൊഴുകട്ടെ. ഈശോയേ നന്ദി, പിതാവേ നന്ദി. കർത്താവേ, തിരുരക്തത്താൽ ഞങ്ങൾ മുദ്ര ചെയ്യണമേ. ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ, കൃപയിൽ വീണു പോകാതെ, പരിശുദ്ധാത്മാവിൽ കത്തി ജ്വലിക്കുന്ന ആത്മാക്കളായി, തീ പിടിച്ച ആത്മാക്കളായി മാറുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ, തലമുറകളെ, സമൂഹങ്ങളെ തിരിച്ചോരയാൽ കർത്താവേ മുദ്ര ചെയ്ത് അവിടുത്തെ മഹത്വത്തിൽ സൂക്ഷിക്കണമേ. അമ്മ മാതാവി സൗസേ പിതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. വചനം ധ്യാനിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ കർത്താവിനായി കഴുകി ശുദ്ധീകരിക്കുന്ന ദൈവവചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ജൂലൈ മാസം 1-ാം തീയതി തിരുരക്തത്തിൻ്റെ തിരുനാൾ സാർവത്രിക സഭയിൽ ആഘോഷിക്കുകയാണ്. ആരംഭത്തിൽ തന്നെ
തിരുരക്ത തിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന തിരുരക്തത്തിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾ, തിരുരക്തത്തിലൂടെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ, ഒരുപാട് നന്മകള് കർത്താവിൻ്റെ രക്തം ചിന്തലിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ഈ സത്യം സഭയെ പഠിപ്പിക്കുന്നുണ്ട്. എഫെസോസ്കാർക്ക് ഇത് ലേഖനം 1-ാം അധ്യായം 7-ാം തിരുവചനം. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഈ തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ അറിയിക്കുന്ന ആലോചന എന്താണ്? കർത്താവായ ക്രിസ്തുവിലൂടെ നമുക്ക് പാപമോചനം ലഭിച്ചു. കാരണം അവൻ നമ്മുടെ പാപ പരിഹാര ബലിയാണ്. അവൻ്റെ രക്തം വഴി സമ്പൂർണമായ രക്ഷയും കൈവന്നിരിക്കുന്നു. നമുക്ക് എന്തുമാത്രം പ്രത്യാശ തരുന്ന വചനമാണിത്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ട സകലതും കർത്താവ് നിർവഹിച്ചു. തൻ്റെ രക്തം ചൊരിച്ചലിലൂടെ നിത്യമായ രക്ഷ നൽകി മനുഷ്യവർഗം മുഴുവനെയും കർത്താവ് വീണ്ടെടുത്ത് നിത്യജീവന്റെ അവകാശികളാക്കി മാറ്റി. നമ്മുടെ ഹൃദയത്തിന് ആനന്ദം പകരേണ്ട കാര്യമാണിത്. നമ്മൾ നശിച്ചു പോകേണ്ടവരായിരുന്നു, നിത്യ നരകത്തിൻ്റെ സന്താനങ്ങളായി തീരേണ്ടവരായിരുന്നു. എന്നാൽ പാപത്തിന്റെ പിടിയിൽ നിന്ന്, നിത്യമായ മരണത്തിൽ നിന്ന് കർത്താവായ ഈശോ തൻ്റെ കുരിശിലെ ബലി വഴിയായി നമ്മെ സമ്പൂർണമായും വീണ്ടെടുത്ത് രക്ഷിച്ചു. ഹല്ലേലൂയ! ഇതാണ് സുവിശേഷം. ഈ സത്യമാണ് വിശുദ്ധ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ രക്തം വഴി നമുക്ക് രക്ഷയും കൈവന്നിരിക്കുന്നു. ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം ചിന്തലിലൂടെ നമുക്ക് സമ്പൂർണമായ രക്ഷ ലഭിച്ചുവെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ സ്വരമുയർത്തി ഈശോയ്ക്ക് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ! ഇത് സത്യമാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പ്രവാചകന്മാരിലൂടെ ഈ സത്യം പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സക്രിയ പ്രവചനം 13-ാം അധ്യായം 1-ാം വചനത്തിൽ ക്രിസ്തു ജനിക്കണേക്കാൾ 500 വർഷം മുമ്പ് ജീവിച്ച പ്രവാചകനായിരുന്നു സക്രിയ പറയുകയാണ്, പാപത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും ദാവീദ് ഭവനത്തെയും ഇസ്രായേൽ മുഴുവനെയും ലോകം മുഴുവനെയും കഴുകി ശുദ്ധീകരിക്കാൻ അന്ന് ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. എല്ലാ ജനപദങ്ങളെയും സകല പാപങ്ങളിൽ നിന്നും അശുദ്ധതകളിൽ നിന്നും കഴുകി വിശുദ്ധീകരിക്കുവാൻ ഒരു ഉറവ പൊട്ടിപ്പുറപ്പെടും. ഈ ഉറവ കർത്താവിൻ്റെ ചങ്കിൽ നിന്നൊഴുകി അവസാനത്തുള്ളി രക്തവും വെള്ളവുമാണ്. ഇതൊരു പ്രൊഫസിയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 34-ാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പടയാളികളിൽ ഒരുവൻ കർത്താവിൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും ഒരു ഉറവ പുറപ്പെടുകയാണ്. ലോകം മുഴുവനെയും ശുദ്ധീകരിക്കാൻ, ലോകം മുഴുവനെയും കഴുകി വെണ്മയുള്ളതാക്കാൻ. അപ്പൊ കർത്താവിൻ്റെ തിരുരക്തത്തിന് നമ്മളെ കഴുകി ശുദ്ധീകരിക്കുവാനുള്ള പവറുണ്ട്. നമ്മളിത് വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ. എത്രമാത്രം വലിയ നന്മയാണ് ഈശോ നമുക്ക് ചെയ്തത്. വീണ്ടും വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്, റോമക്കാർക്ക് ലേഖനം 3:25, വിശ്വാസം മൂലം രക്തം വഴി അവൻ നമ്മുടെ പാപ പരിഹാരമായി മാറി. വിശ്വാസം മൂലം കർത്താവിൻ്റെ രക്തം ചിന്തലിലൂടെ മനുഷ്യവർഗം മുഴുവൻ്റെയും പാപ പരിഹാരമായി ഈശോ മാറുകയാണ്. അതാ പൗലോസ് പറഞ്ഞത്,
ക്രിസ്തുവിലൂടെ ലഭിച്ച പാപമോചനം. യേശു ക്രിസ്തു നമ്മുടെ പാപ പരിഹാരമാണ്. അവൻ നമ്മുടെ പാപ പരിഹാര ബലിയാണ്. ഹല്ലേലൂയ. ഇത് ഒരുപാട് നമുക്ക് ആനന്ദം തരുന്ന കാര്യം. പിശാചിനെ നമ്മളെ കുറ്റപ്പെടുത്തുവാൻ, സാത്താനെ നമ്മളെ നശിപ്പിക്കുവാൻ, നമ്മളെ തകർക്കുവാൻ സാധ്യമല്ല. ആരെല്ലാം ഈശോയോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവോ ആത്മാക്കളെ ഒരിക്കലും നശിപ്പിക്കുവാൻ, അവരെ സ്വാധീനിക്കുവാൻ സാത്താന് സാധ്യമല്ല. കാരണം വീണ്ടെടുപ്പിന്റെ ശക്തി അവരിലെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഇതാണ് നമ്മിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരുരക്തത്തിലൂടെ ലഭിച്ച ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഒരു 4-5 കാര്യങ്ങൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും പരിശുദ്ധാത്മാവ് നമ്മളെ റിഫ്രഷ് ചെയ്യാണ്. കേട്ട കാര്യങ്ങൾ, അറിയുന്ന കാര്യങ്ങളിൽ നമ്മുടെ ഹൃദയത്തെ കൂടുതൽ ഉറപ്പിക്കുവാനാണ് ഈ ദൂതുകൾ ആത്മാവ് നമ്മെ കേൾപ്പിക്കുന്നത്. ഒന്നാമത്തെ ബ്ലെസ്സിങ്, തിരുരക്തത്തിലൂടെ ലഭിച്ച ഒന്നാമത്തെ ബ്ലെസ്സിങ്, സകല പാപങ്ങളിൽ നിന്നുമുള്ള ശുദ്ധീകരണമാണ്. എല്ലാ അതിക്രമങ്ങളിൽ നിന്നുള്ള ശുദ്ധീകരണം. നമ്മുടെ സകല പാപങ്ങളിൽ നമ്മളെ കഴുകി ശുദ്ധീകരിക്കുന്ന ഒറ്റമൂലിയാണ് കർത്താവിൻ്റെ പരിശുദ്ധമായ രക്തം. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 7-ാം വചനത്തിൽ ഈ സത്യം പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്ന. എല്ലാം, ഏതാനും പാപങ്ങളല്ല, നമ്മൾ ജീവിതത്തിൽ ചെയ്തു പോയ അതികഠോരമായ പാപങ്ങളാകാം, ലഘുപാപങ്ങളാകാം, മാരക പാപങ്ങളാകാം. അനുതാപ ഹൃദയത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഈശോയിൽ നിന്ന് പാപക്ഷമ നമ്മൾ സ്വീകരിക്കുമ്പോൾ കർത്താവിൻ്റെ തിരുച്ചോരയാൽ നമ്മൾ കഴുകപ്പെട്ട് ഈ പാപങ്ങളെല്ലാം ശുദ്ധീകരിക്കപ്പെടുകയാണ്. നമ്മൾ വെണ്മയുള്ളവരാകപ്പെടുകയാണ്. അനുദിനം നമ്മെ കഴുകുവാൻ നമ്മൾ കർത്താവിനെ അനുവദിക്കണം. ഈ സത്യം തന്നെയാണ് ഹെബ്രായ പുസ്തകം 9:22 ആത്മാവ് പറയുന്നത്. രക്തം ചിന്താതെ പാപമോചനമില്ല. എന്തിനാ ഈശോ കാൽവരി കുരിശിൽ രക്തം ചിന്തിയത്? നമ്മുടെ പാപമോചനത്തിന് വേണ്ടി, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി, നമ്മുടെ നിത്യമായ രക്ഷയ്ക്ക് വേണ്ടി. രക്തം ചിന്താതെ പാപമോചനമില്ല. ഇത് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വ്യവസ്ഥയാണ്. ഈശോ കീഴ്പ്പെട്ടുകൊണ്ട്, ഈ വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട് നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ചിന്തി പാപമോചനം തന്ന് നിത്യജീവന്റെ അവകാശികളാക്കി മാറ്റി. അതിനാൽ ഇനി നമ്മൾ അസ്വസ്ഥപ്പെടേണ്ട. നമ്മളിങ്ങനെ കുറ്റബോധത്തിൽ നീറി നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ ചില പാപത്തിന് വിഴുപ്പും പേറി ജീവിക്കേണ്ടവരല്ല നമ്മൾ. കർത്താവായ യേശുവിലൂടെ ലഭിച്ച പാപക്ഷമയുടെ സ്വാതന്ത്ര്യത്തിലും ആനന്ദത്തിലും വിശ്വാസ ജീവിതം നയിക്കാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. ഹെബ്രായ പുസ്തകം 10:19 പറയുന്നുണ്ട്, അവന്റെ രക്തം വഴി വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട്. നമ്മൾ ഇനി പേടിച്ച് അസ്വസ്ഥപ്പെട്ട് മാറി പോകേണ്ട കാര്യമില്ല. ഞാൻ യോഗ്യനല്ല, എനിക്ക് യോഗ്യതയുണ്ടോ കർത്താവിനെ ആരാധിക്കാൻ, കർത്താവിനെ സ്നേഹിക്കാൻ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാൻ? ഞാൻ യോഗ്യനല്ല, ഞാൻ വലിയ കഠിന പാപിയാണ്. ഈ ഒരു പാപബോധം വേണം നമുക്ക്. ഈ ഒരു പലരും കുറ്റബോധത്തിലൊരു ഗിൽറ്റി ഫീലിങ്ങിലാണ്. ഇനി കുറ്റബോധത്തിന് ആവശ്യമില്ല. ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുകയാണ്, വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുക ഏത് സമയത്തും 24 മണിക്കൂറും പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട്. കാരണം കർത്താവായ യേശു തന്റെ രക്തം ചിന്തലിലൂടെ നമ്മെ വീണ്ടെടുത്തു. രണ്ടാമത്തെ ബ്ലെസ്സിങ് ദൈവവുമായിട്ടുള്ള ഐക്യതയാണ്. പാപം വഴി കർത്താവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി മനുഷ്യന്. ഈശോ തന്റെ രക്തം ചിന്തലിലൂടെ നമുക്ക് തന്ന മറ്റൊരു വലിയ ബ്ലെസ്സിങ് ആണ്. നഷ്ടപ്പെട്ടു പോയ ബന്ധം പുനഃസ്ഥാപിക്കുകയാണ്. ദൈവമായിട്ടുള്ള വിട്ടുപിരിയാത്തൊരു ബന്ധത്തിലേക്ക്, ഐക്യതയിലേക്ക് ഈശോയുടെ രക്തം നമ്മെ നയിക്കുകയാണ്. ഇത്ര വലിയ ബ്ലെസ്സിങ് ദൈവമക്കളെ.
ദൈവത്തെ ഇനി പേടിച്ച് അകന്നുമാറി പോകേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. പൗലോസ് സഭയോട് പറയുന്നുണ്ട്, എഫെസസ്കാർക്ക് ലേഖനം 2:13, ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നമ്മൾ ഇപ്പോൾ യേശുവിന്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുകയാണ്. നമുക്ക് ദൈവസന്നിധിക്ക് കടന്നു ചെല്ലാൻ പോലും പറ്റാത്ത വിധം പഴയ നിയമത്തിൽ നമ്മളത് കാണുന്നുണ്ട്. എന്തൊക്കെ നൂലാമാലകളായിരുന്നു. എന്നാൽ ഇപ്പോൾ ആർക്കു വേണമെങ്കിലും കർത്താവിൻ്റെ അരികിലേക്ക് വരാം. അവരൊരിക്കലും കർത്താവ് തള്ളിക്കളയുന്നില്ല. സ്നേഹത്തോടെ, അനുതാപ ഹൃദയത്തോടെ കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി യാചിക്കാം. അവിടുത്തെ ഐക്യപ്പെട്ട് ജീവിക്കാം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ദൈവമായിട്ട് നമ്മുടെ ബന്ധം എങ്ങനെയാണ്? ഇത്രയും വലിയ നന്മ ഈശോ നമുക്ക് ഒരുക്കി തന്നിട്ടും ആ നന്മയിൽ നമ്മൾ ജീവിക്കുന്നുണ്ടോ? ഇപ്പോഴും നമ്മൾ കർത്താവിനെ വേദനിപ്പിക്കുന്നുണ്ടോ? സങ്കടപ്പെടുത്തുന്നുണ്ടോ? നമ്മൾ തിരിച്ചറിയണം. നഷ്ടപ്പെട്ടു പോയ ബന്ധം പുനഃസ്ഥാപിക്കണം. ഈ ലോകത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് കർത്താവിനോടുള്ള ഐക്യതയാണ്. പൗലോസ് പറഞ്ഞില്ലേ, യേശുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. ഈ ലോകത്തിൽ എന്തൊക്കെ മഹാമാരികളോ പകർച്ചവ്യാധികളോ വിനാശങ്ങളോ ദുരിതങ്ങളോ ദുരന്തങ്ങളോ തകർച്ചകളോ എന്തു തന്നെ സംഭവിച്ചാലും അവരെ സൂക്ഷിക്കുവാൻ പരിപാലിക്കുവാൻ കർത്താവ് സർവശക്തനാണ്. അവർക്ക് ശിക്ഷാവിധിയില്ല. അവർ വിധിയെ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ഓരോരുത്തരും ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. നമ്മളൊരു അവസാന മണിക്കൂറിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി അധികം നാളുകളില്ല എന്ന് പറഞ്ഞ നാളെ ലോകം അവസാനിക്കുന്നല്ല പറഞ്ഞു വരുന്നത്. ലോകാവസാനമല്ല ഇവിടെ പറയുന്നത്. പാപം നിറഞ്ഞ ഈ യുഗത്തിന് കർത്താവ് അറുതി വരുത്താൻ പോവുക. ഇതുപോലെ ഇനി ഒത്തിരി നാളുകൾ ലോകത്തിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നൊരു കൂസലില്ലാതെ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല ദൈവമക്കളെ. അതിന് ചില അടയാളങ്ങളാണ് ഇന്ന് ലോകം മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അടയാളങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സ്വർഗത്തിന്റെ സ്നേഹ താക്കീതുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവമായിട്ടുള്ള ഐക്യതയിൽ കർത്താവുമായിട്ടുള്ള ആ ഫെലോഷിപ്പിൽ ആ കൂട്ടായ്മയിൽ ജീവിക്കുവാനുള്ള കൊതി അഭിനിവേശം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഇത്രയും വലിയൊരു സംവിധാനം ഈശോ നമുക്ക് തന്നിരിക്കുകയല്ലേ. ഹല്ലേലൂയ. നമ്മളെത്ര ബ്ലെസ്സഡ് ആണ്. ഐക്യത വന്നിരിക്കുന്നു. എബ്രായ പുസ്തകം 10:22 ഇത് തന്നെ പറയുന്നത്. കർത്താവിൻ്റെ അരികിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്ക് അവിടുത്തെ സമീപിക്കാം. അപ്പോൾ ഈശോയോട് ഐക്യപ്പെട്ട് കൂടുതൽ ഒരു ഐക്യതയിലേക്ക് വരിക. കർത്താവുമായിട്ട് എൻ്റെ ബന്ധം എങ്ങനെയാണ് നമ്മൾ പരിശോധിക്കണം ദൈവമക്കളെ. അപ്പോൾ ദൈവമായിട്ടുള്ള ഐക്യത രക്തം ചിന്തലിലൂടെ ഈശോ നമുക്ക് തന്നു. മൂന്നാമത്തെ ബ്ലെസ്സിങ് ആണ്, സാത്താൻ്റെ തലയെ തകർത്ത് അവൻ്റെ മേൽ വിജയം തരികയാണ്. കർത്താവിൻ്റെ രക്തം ചിന്തലിലൂടെ പിശാചിൻ്റെ തലയെ തകർത്തു. അവൻ്റെ സാമ്രാജ്യത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളക്കി. നരകത്തിൻ്റെയും മരണത്തിൻ്റെയും താക്കോൽ അവൻ്റെ കയ്യിലായിരുന്നു. അത് കർത്താവ് പിടിച്ചെടുത്തു. വെളിപാട് പുസ്തകത്തിൽ അത് കാണുന്നുണ്ട്. നമുക്ക് വചനത്തിലോട്ട് വരാം. വെളിപാടിൻ്റെ പുസ്തകം 12:11 എന്താ കാണുന്നത്? അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി, ശത്രുവായ പിശാചിൻ്റെ മേൽ. രണ്ട് കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് എടുത്തു പറയുകയാണ്. ഇനി നമ്മൾ പിശാചിനെ ഭയപ്പെട്ട് ആ ബന്ധനം ഈ ബന്ധനം അവിടെ ബന്ധനം, പിശാചിനെ ഭയപ്പെട്ട് ജീവിക്കേണ്ട നമ്മൾ ദൈവഭയത്തോട് ജീവിക്കേണ്ടവരാണ്. പ്രിയപ്പെട്ടവരെ, സാത്താന് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ അവൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ ജ്ഞാനമുള്ളവരാകണം. എന്താ ദൈവത്തിൻ്റെ അരൂപി പറയുന്നത്? കുഞ്ഞാടിൻ്റെ രക്തത്താൽ പിശാചിന് മേൽ നമുക്ക് ജയമുണ്ട്. അവനൊരുക്കുന്ന കെണികള്, അവൻ്റെ കുടില തന്ത്രങ്ങള്, അവൻ്റെ ചതികള്, വഞ്ചനകള്, അവൻ ഒരുക്കുന്ന മറ്റു പല വിധത്തിലുള്ള വശീകരണ സ്വാധീന പ്രവർത്തനങ്ങള്, ഇതിനെയെല്ലാം പൊട്ടിച്ചെറിയുവാൻ, ഇതിനെയെല്ലാം ഭേദിച്ച് അഭിഷേകത്തോടെ മുന്നേറുവാൻ കർത്താവിൻ്റെ തിരിച്ചോര നമ്മെ സഹായിക്കുന്നു. ഹല്ലേലൂയ. ഇത് വളരെ വളരെ നമുക്ക് പ്രത്യാശ തരുന്ന കാര്യം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മേൽ ശക്തമായ ദൈവ സാന്നിധ്യ അനുഭവം ഉണ്ടാവുകയാണ്. ജീസസ് ജീസസ് ജീസസ്, ഈശോ ഈശോ ഈശോ.
ഞങ്ങളങ്ങ് സ്നേഹിക്കുന്നു. കർത്താവേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. അനേകർ ഈ സമയം ആത്മാവ് സ്പർശിക്കുന്നുണ്ട്. ചില കെട്ടുകൾ പൊട്ടുന്നുണ്ട്. പൈശാചിക പീഡകളെ പരിശുദ്ധാത്മാവ് പിഴുതു കളയുന്നുണ്ട്. ഗ്ലോറിയ, 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 ഗ്ലോറിയ. കർത്താവിന്റെ തിരുച്ചോരയാൽ നമ്മുടെ കുടുംബങ്ങളിലുള്ള പൈശാചിക പീഡകള്, തിന്മയുടെ സ്വാധീനങ്ങള്, അശുദ്ധിയുടെ ബന്ധനങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞു പോവുകയാണ്. കർത്താവിന്റെ തിരുരക്തത്തെ കൂടുതൽ കൂടുതൽ സ്നേഹിച്ച്, വിശ്വസിച്ച്, വിളിച്ച് പ്രാർത്ഥിക്കുക. ഈശോയുടെ തിരുരക്തം പുഷ് ചെയ്ത് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ തിരുച്ചോരയാൽ നമ്മുടെ കുടുംബങ്ങൾ കഴുകപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സമർപ്പിത സമൂഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ, പീഡകളിൽ കർത്താവിന്റെ രക്തം വിളിച്ച് പ്രാർത്ഥിക്കുക. അവിടെയൊക്കെ ഡെലിവറൻസുകൾ, മാറ്റങ്ങള് പരിശുദ്ധാത്മാവ് നൽകും. യോഹന്നാന്റെ ലേഖനം, 1 ലേഖനം 3 അധ്യായം 8 വചനത്തിൽ ഈശോ പറഞ്ഞു, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കുവാനാണ്. ഇതിനോട് ബന്ധപ്പെട്ട എത്ര അനുഭവങ്ങൾ, ഈശോ നൽകിയ ഡെലിവറൻസുകൾ, അതൊക്കെ പറയാൻ പോയി നമ്മുടെ സമയം പോകും. കർത്താവിന്റെ തിരുരക്തത്തിലൂടെ സംഭവിക്കാത്ത ഒരു ഡെലിവറൻസും ഇല്ല. കാരണം പിശാച് ഏറ്റവും ഭയപ്പെടുന്നത് കർത്താവിന്റെ തിരുച്ചോരയാണ്. ബ്ലഡ് ഓഫ് ജീസസ് എന്ന് പറഞ്ഞാൽ ആ സമയം സാത്താൻ വിറയ്ക്കാൻ തുടങ്ങും. പിശാചിനറിയാം ഈ രക്തത്തിലൂടെയാണ് കർത്താവായ ഈശോ മിശിഹ തൻ്റെ തലയെ തകർത്തതെന്ന് നമ്മേക്കാൾ എത്രയധികം പിശാചിനറിയാം. തിരുരക്തത്തെ പിശാചിന് ഭയമാണ്. നരകം ഭയന്ന് വിറയ്ക്കും തിരുരക്തം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ. പിശാചിന്റെ പ്രവൃത്തികൾ നശിപ്പിക്കാൻ ഈശോ വന്നിരിക്കുകയാണ്. 4ാമത്തെ ബ്ലെസ്സിങ്, കർത്താവിന്റെ തിരുരക്തം നമ്മെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങി. നമ്മൾ നമ്മുടെ സ്വന്തമല്ല ദൈവമക്കളെ. നമുക്ക് ബോധിച്ചതുപോലെ ജീവിക്കാനുള്ള അവകാശമില്ല. നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ ദാസിദാസന്മാരാണ്. നമ്മൾ അവൻ്റെ ജനമാണ്. അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങി. നമ്മുടെ നിത്യമായ രക്ഷയ്ക്ക് വേണ്ട ആ വില ഈശോയാണ് പേ ചെയ്തത്. നമ്മൾ ഹോട്ടലുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കടകളിൽ ചെല്ലുമ്പോൾ ബില്ല് പേ ചെയ്യില്ലേ? നമ്മുടെ നിത്യജീവന് വേണ്ട സകല വിലയും കൊടുത്തത് കർത്താവായ ഈശോയാണ് തൻ്റെ മരണ ഉത്ഥാനത്തിലൂടെ. വെളിപാടിന്റെ പുസ്തകം 5:9 ദൈവാത്മാവ് പറയുകയാണ്, അവരാകട്ടൊരു നബിഗാനം ആലപിച്ചു. പുസ്തകൾ ചുരുൾ തുറക്കുവാനും അതിന് മുദ്രകൾ പൊട്ടിക്കുവാനും കർത്താവിനെ അവർ കാണുകയാണ്. ഈശോ എന്താ ചെയ്തത്? എല്ലാ ഗോത്രങ്ങളിലും, എല്ലാ ഭാഷകളിലും, എല്ലാ ജനതകളിലും, എല്ലാ രാജ്യങ്ങളിലുള്ളവരെ തൻ്റെ രക്തം കൊടുത്ത് ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങി. മാനവകുലം മുഴുവനെയും ഈശോ മരിച്ചത് ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ ജനപദങ്ങൾക്ക് വേണ്ടിയാണ്. ലോക ജനത മുഴുവനും വേണ്ടിയാണ് ഈശോ കുരിശിൽ രക്തം ചിന്തി മരിച്ച് 3-ാം ദിനം ഉദ്ധാനം ചെയ്തത്. ഇതിലൂടെ ദൈവത്തിന് വേണ്ടി സകല ജനതകളെയും കർത്താവായ യേശു വിലയ്ക്ക് വാങ്ങി. അപ്പൊ നമ്മൾ അവനുള്ളവരാ ദൈവങ്ങളെ. കർത്താവിന്റെ വചനമനുസരിച്ച് ജീവിക്കേണ്ടവരാണ്. ഈ സത്യമാണ് പൗലോസ് പറയുന്നത്. കൊരിന്ത്യർക്കാർക്ക് 1-ാമത്തെ ലേഖനം 6-ാം അധ്യായം 19-20 വചനങ്ങൾ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. കർത്താവായ യേശു ക്രിസ്തു തന്റെ തിരുച്ചോര കൊടുത്ത് തന്റെ ജീവൻ നൽകി നമ്മെ വിലയ്ക്ക് വാങ്ങി. നമ്മൾ യേശുവിനുള്ളവരാണ്. നമ്മൾ പിശാചിനുള്ളവരല്ല, ഈ ലോകത്തിനുള്ളവരല്ല. നമ്മൾ നമ്മുടെ കർത്താവിനുള്ളവരാണ്. ഈ സത്യം മനസ്സിലാക്കി കൂടുതൽ ഈശോയെ സ്നേഹിച്ച് ഈ ലോകത്തിൽ നമ്മുടെ ജീവിതം സ്വർഗത്തിന് പ്രോഫിറ്റബിളായി, പ്രയോജനമുള്ളതായി തീരട്ടെ. തിരുനാളിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഒരിക്കൽ കൂടെ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. വ്യക്തിപരമായി നമ്മുടെ കുടുംബങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ സകല നിയോഗങ്ങളെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ
മഹത്വമേ മഹത്വത്തിൻ